ഗ്യാരേജിലേക്ക് നമ്മൾ പുതിയ 2 വണ്ടി മേടിച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതുവരെ നിങ്ങൾ കാണാത്ത, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതുവരെ നിങ്ങൾ ഒരു വീഡിയോയിലും കാണാത്ത 2 വണ്ടികളാണ് കേട്ടോ. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ ഇരിക്കുന്നത് നമ്മുടെ വില്ലീസിൻ്റെ റിമോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ വില്ലീസ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓഫ് റോഡ് വണ്ടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ക്രോളിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അടിപൊളിയാണ്, പവറും പെർഫോമൻസും ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിനെ ഈ വണ്ടി ഇപ്പോൾ കാണിച്ചതെന്ന്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ ഒരു സൈസേ ഉള്ളൂ. പക്ഷേ പക്ക ഓഫ് റോഡ് വണ്ടി. ഈ ഒരു വില്ലീസിൻ്റെ അത്രയോ അതിനേക്കാളും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. എന്നാൽ സൈസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പവറും അതുപോലെ ടയറും കാര്യങ്ങളെല്ലാം ഇതിനേക്കാളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. പെർഫെക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കെയിലിൽ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോയിട്ട് ആ വണ്ടി ഈ വില്ലീസെ തന്നെ കയറ്റിക്കൊണ്ട് വരാം കേട്ടോ. പോട്ടെ. അതേ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ബോക്സ്. ഒരു വണ്ടിയല്ല, നമ്മൾ 2 വണ്ടിയാണ്. പിക്ചറിൽ കാണുന്ന ഒരേ വണ്ടിയാണ്, പക്ഷേ 2 വണ്ടിയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനിത് മേടിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ബൈ ബോക്സസ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇത് മാത്രമല്ല കുറേ അടിപൊളി വെറൈറ്റി പ്രോഡക്ട്സ് ഇവരുടെ പേജിലുണ്ട് കേട്ടോ. അതുമല്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് $56. ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. 10 to 15 ഡേയ്സിനകത്ത് അവർ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും. നല്ല സർവീസാണ്. കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. നോർമൽ ഡെലിവറി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 20 ഡേയ്സ് ആണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ KYC ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആധാർ കാർഡ് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 to 15 ഡേയ്സിന് എനിക്കൊരു 12 ഡേയ്സിനകത്ത് ഈ സാധനം കിട്ടി. 2 ബോക്സും കൊണ്ടും പെർഫെക്റ്റ് പാക്ക് ചെയ്തിട്ടാണ് വന്നത്. ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് മെത്തേഡ് ഉള്ളത് ക്രെഡിറ്റ് കാർഡും പേപ്പാലും ആണ്. അപ്പോൾ നിങ്ങൾ UPIയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങോ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പ്രീ ഓർഡർ ആണ് കേട്ടോ. ഒരു 15 ദിവസം 20 ദിവസം എടുക്കുമായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കുക. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ 2 വണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞൻ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, സ്റ്റിമുലേഷൻ ലൈറ്റ്സ്, അതുപോലെ 4 വീൽ ഡ്രൈവ് ആണ്, ത്രോട്ടിൽ കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ സ്റ്റിയറിംഗ് സെർവോ പ്രൊപ്പോർഷൻ സ്റ്റിയറിംഗ് ആണ്, 3 സ്പീഡ് ത്രോട്ടിൽ കൺട്രോൾ വരുന്നുണ്ട്, ടയേഴ്സ് വരുന്നത് റബ്ബർ ആണ്. അതുപോലെ സിംഗിൾ ചാർജിൽ 1.5 മണിക്കൂർ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ വീൽ ഹബ് ഒക്കെ വരുന്നത് മെറ്റൽ ആണ്. അതുപോലെ ഷോക്ക് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എന്താണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ഈ വണ്ടി മാത്രമല്ല അൺബോക്സ് ചെയ്യുന്നത്. നമ്മുടെ ഗ്യാരേജിലേക്ക് ഈ വണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടേബിളിലൊക്കെ വെച്ച് ഓടിക്കാനുള്ളതാണ്. പക്ഷേ നോർമൽ നമ്മൾ ചെറിയ കാറുകൾ പോലെ ഇത് നോർമലായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ രസം കാണത്തില്ല. ഇതിനൊരു പക്ക ട്രാക്ക് വേണം. അപ്പോൾ നമ്മുടെ ടേബിളിൽ തന്നെ വെക്കാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ടേബിൾ വെക്കാവുന്ന പോലെ ഒരു ഓഫ് റോഡ് ട്രാക്കും ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്ന, ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രാക്കും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കുറേ അടിപൊളി പ്രോഡക്റ്റ്സ് ഇനിയും നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതേ ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ വേർഷനാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മളെപ്പോഴും ശരിക്കും നമ്മൾ ജീപ്പൊക്കെ ആയിട്ട് ഓടിക്കാൻ പോകണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം കല്ലും മലയൊക്കെ ഉള്ള സ്ഥലത്ത് പോകണം കേട്ടോ. പക്ഷേ ഈ വണ്ടി നമുക്ക് നമ്മുടെ ടേബിളിൽ തന്നെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ഒരു മാനുവൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. തൽക്കാലത്തേക്ക് നമുക്കിത് ആവശ്യമില്ല. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അതേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതേ വണ്ടി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ദേ ഫസ്റ്റ് വണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ലുക്കിൽ അടിപൊളിയാണ് കേട്ടോ. സ്കെയിൽ ലുക്കാണ്. സ്കെയിൽ ലുക്കെന്ന് മാത്രമല്ല ഇതിൻ്റെ വീൽസൊക്കെ നിങ്ങൾ നോക്കി, നല്ല രസമുണ്ട്, അടിപൊളി. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനാണ് കേട്ടോ. അടിപൊളി. ഭയങ്കര സ്മൂത്താണ്. അതുപോലെ ടയേഴ്സ് എല്ലാം വരുന്നത് റബ്ബർ ടയറാണ് കേട്ടോ. നമ്മുടെ ഒറിജിനൽ നമ്മുടെ വില്ലീസിനൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. നൈസ് നൈസ്. അപ്പോൾ എന്നാലും വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ബോക്സിൽ ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പെർഫെക്റ്റ് പാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ റിമോട്ടാണ്. നല്ല രസമുള്ള റിമോട്ടാണ്. മറ്റേ ഫോമൊക്കെ വെച്ചിട്ടുള്ള സ്റ്റിയറിംഗ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. അടിപൊളി. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിൾ. ഇത് USB ചാർജിങ് കേബിളാണ് കേട്ടോ. C ടൈപ്പ് ചാർജറാണ് വരുന്നത്. ബാറ്ററി ഒന്നും ഊരിയെടുത്തുള്ള ടെൻഷനില്ല. ഇതിനടിയിൽ നമുക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോക്സിൽ ഇത്ര സാധനങ്ങൾ വരുന്നുള്ളൂ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ വണ്ടി ഓപ്പൺ ചെയ്യാം. ബോക്സൊക്കെ സെയിം ആണ് കേട്ടോ. രണ്ടിനും അത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വണ്ടി മാത്രമാണ് വ്യത്യാസം. ഇത് കണ്ടല്ലോ, ചൈനയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ടും ഈ ബോക്സിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കി. സാധനം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ താങ്ക് യു. സെയിം മാനുവൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടി നിങ്ങൾക്ക് എന്താണല്ലോ ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇത് നോക്കി. മൈ ഗോഡ്, മോൺസ്റ്റർ. ഈ ഒരു സ്കെയിലിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൺസ്റ്റർ ആണ് കേട്ടോ. കാരണം നിങ്ങൾ ഇതുപോലെ വേറെ വണ്ടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് ഇതൊക്കെ മാറ്റിയേക്കാം. നോക്കിയേ വണ്ടിയുടെ ലുക്ക്
അടിപൊളിയാണ് കേട്ടോ. സസ്പെൻഷൻ ഇത് പക്ക ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ട്രാക്ക് നമ്മൾ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. വീലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള. അതുപോലെ ഈ വീൽ ഹബ്ബ് വരുന്നത് മെറ്റലാണ്, 4 ലിങ്ക് സസ്പെൻഷനാണ് വരുന്നത്. ഇതിൻ്റെ അടിവശം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുകൊണ്ടല്ലോ നമ്മുടെ ജീപ്പിനൊക്കെ ഉള്ള, നമ്മുടെ 1/6 ജീപ്പിനുള്ള അതേ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ ഒന്നും ഓയിലല്ല, സ്പ്രിങ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞാലും നല്ല രസമുള്ള സസ്പെൻഷനാണ് കേട്ടോ. അതുപോലെ കുഞ്ഞ് സെർവോ ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ നോക്കി, നൈസ്. പിന്നെ ഇതിൻ്റെ മാനുവൽ നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കാര്യം അവർ എടുത്ത് പറയുന്നുണ്ട്. ഇതുകൊണ്ടല്ലോ ഇതിൻ്റെ വീലും കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെറുതെ റിമോട്ടിലല്ലാതെ നമ്മൾ മാനുവലായിട്ട് കൈ കൊണ്ട് തിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളായതുകൊണ്ട് അത് ചിലപ്പോൾ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ടല്ലേ ഹാൻഡിൽ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോക്സിൽ വരുന്നത് സെയിം റിമോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ബോക്സ് എല്ലാം മാറ്റി വെച്ചേക്കാം. നൈസാണ് കേട്ടോ, വണ്ടി ഒരു രക്ഷയില്ല. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്മൂത്താണ് വണ്ടി. എന്താണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണെങ്കിലും നമ്മളിവനെ ഇപ്പോൾ ഓൺ ആക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ കുറച്ച് ഫോം ഷീറ്റൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മളിത് ഓഫ് റോഡിങ്ങിന് വേണ്ട ഒരു കുഞ്ഞ് സാധനമൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ട്. ഇത് ഒട്ടിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഇതേപോലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഈ ഒരു സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ സത്യം പറഞ്ഞാൽ വലിയ രസമൊന്നുമില്ല. ഇതേ കൂടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഈ വണ്ടിയൊക്കെ വേണമെങ്കിൽ ഇതേ കൂടെ ഇങ്ങനെ ഓടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളത് ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഒരു കമ്പല്ല, കുറേ കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ഓഫ് റോഡ് ലുക്ക് കിട്ടുമെന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഒട്ടിച്ച് നോക്കാം. ഇത് അങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത ഓരോ പീസിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ട് സൈഡിലും ഇത് കംപ്ലീറ്റ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഫസ്റ്റ് പീസ് ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വണ്ടിക്ക് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതെന്താ ഇളയപ്പാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കി കൊണ്ട് ഒട്ടിക്കാം. ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയ കുഴപ്പങ്ങളില്ല. ഇത് കയറോ ഇല്ലയോ എന്നുള്ളത് വേറെ ഡൗട്ടാണ് കേട്ടോ. ഞാനിതിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല. നമ്മൾ ഈ വണ്ടി മാത്രം ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് വീതിയാണ്. അതുകൊണ്ട് ഈ വണ്ടി ഇതിൽ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ വണ്ടിക്ക് സീനില്ല കേട്ടോ. ഇവൻ അത്യാവശ്യം വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം കറക്റ്റാണ്. സുഖമായിട്ട് കയറുന്നു. സുഖമായിട്ടല്ല, ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ബ്രിഡ്ജാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു നൂലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ ബ്രിഡ്ജ് പണിയാൻ പോകുന്നത്.
അങ്ങനെ നമ്മുടെ ട്രാക്കിൻ്റെ പണി ഒരു 90% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് വന്നു. നമ്മൾ ഏകദേശം ഒരു കണക്കിലങ്ങ് ചെയ്തതാണ്. പക്ഷേ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലെ വണ്ടി കയറുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഭയങ്കര സ്റ്റീപ്പാണ്. നമ്മൾ വെറുതെ അങ്ങ് ഒട്ടിച്ചു. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഇതിലെ കയറുമെന്ന്. ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഇതങ്ങ് ഒട്ടിക്കാം. ഇത് ജസ്റ്റ് നമ്മൾ ടെമ്പററി ആയിട്ട് ഒട്ടിക്കുന്നുള്ളൂ. കാരണം നമുക്കിതിൽ പിന്നെ ട്രാക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. കാരണം ഇത് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ട്രാക്ക് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് നമുക്ക് ഓടിക്കാട്ടോ വർക്കിനിടയ്ക്ക്. അത്യാവശ്യം നല്ല ടാസ്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ വണ്ടി കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ വണ്ടി ഇതുവരെ ഞാൻ ഓടിച്ച് നോക്കിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയായിരുന്നു, വെക്കുമ്പോൾ മറിഞ്ഞു പോകുമെന്നുള്ളത്. ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണല്ലോ അത് ഫൈനൽ പാർട്ടിലേക്ക് വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി ഇതിനൊരു ഓഫ് റോഡിങ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളോട് എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, കുറേ കല്ല് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. കാരണം നല്ല മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇവിടെ വെച്ച് നമുക്കൊരു പ്രോപ്പർ ട്രാക്ക് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ട്രാക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇച്ചിരി ഹാർഡാണെന്ന് തോന്നുന്നു. ഒരു വണ്ടിക്ക് കുഴപ്പമില്ലായിരിക്കും, ഒരു വണ്ടിക്ക് ചിലപ്പോൾ ഇച്ചിരി നല്ല ഹാർഡായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കുറച്ച് വെറൈറ്റി ഐഡിയാസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനൽ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ വണ്ടിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവൻ ഇച്ചിരി നല്ല പാടായിരിക്കും. ഓണാക്കുന്നു, ഇത് ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിമോട്ട് ഇതേ നമ്മളിവിടെ ഓൺ ആക്കുന്നു. റിമോട്ടിൽ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചാണ് കേട്ടോ. ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ലൈറ്റ് തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് കേട്ടോ. ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ട്രിമ്മും വരുന്നുണ്ട്. ഇത്രയും കുഞ്ഞു വണ്ടിയിൽ ഈ സാധനങ്ങൾ എങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. സ്റ്റിയറിംഗ് ട്രിമ്മൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ, 3 സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊരു ലൈറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഇപ്പോൾ റെഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഹൈ സ്പീഡിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ മീഡിയം സ്പീഡ്, ഇതിപ്പോൾ ലോ സ്പീഡ്. നമുക്ക് വേണ്ടത് ലോ സ്പീഡാണ്. വണ്ടി ഇവിടെ ഇരിക്കട്ടെ. താഴെ നിന്ന് തന്നെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പാടാണ്, എന്നാലും ട്രൈ ചെയ്യാം കേട്ടോ. നൈസ് പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അടിപൊളി, നല്ല കൺട്രോളൊക്കെയാണ്. ലോ സ്പീഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ക്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡാണ്. ഇത് കണ്ടല്ലോ, അടിപൊളിയായിട്ട് ക്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓ നല്ല പവറുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ മോട്ടറിൽ അത്യാവശ്യം നല്ല പവർ വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. വണ്ടി നമുക്ക് സ്പീഡിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. കയറിപ്പോകാൻ ഇച്ചിരി പാടാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്രയൊക്കെ ബലം പിടിക്കുന്ന അത്ര സേഫ് അല്ല. അപ്പോൾ നല്ല ഈ സ്റ്റേജ് എനിക്ക് തോന്നുന്നു ഇച്ചിരി പാടാണ് ഇവനെ കയറാൻ. കാരണം ഇവൻ്റെ വീലിൻ്റെ സൈസും അതുപോലെ ക്ലിയറൻസും ഒക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് പൊക്കി വെച്ച് കൊടുക്കുവാണ്. അതെ, ജസ്റ്റ് ഡ്രാഗ് ബ്രേക്ക് നോക്കി വണ്ടി താഴോട്ട് പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി, ഒരു കുഴപ്പമില്ല. വണ്ടിയുടെ ആർട്ടിക്കുലേഷനൊക്കെ വർക്ക് ചെയ്യുന്നത് നോക്കി നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബാലൻസിങ് ആണ് കേട്ടോ വണ്ടിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അധികം സംസാരമൊന്നുമില്ല, നമുക്ക് ഈ ട്രാക്ക് കംപ്ലീറ്റ് ആയി വണ്ടി വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുള്ള ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എനിക്കൊന്ന് ഈസി ആയിരിക്കും, വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഇനിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഒരു രീതിയിൽ ഇതിൽ ഇറങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വണ്ടിയുടെ പവർ നല്ല വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഇത് ഇത്രയും പവർ കാണുമെന്ന്. എൻ്റെ അമ്മേ, ബാക്ക് വീലിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ബാക്ക് ഫുള്ള് പൊങ്ങി നിൽക്കുകയാണ് കേട്ടോ.
ഒരു 60 ഡിഗ്രിയിലൊക്കെയാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. ഓ, മറിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 90 ഡിഗ്രി എത്തി വണ്ടിയുടെ ആംഗിൾ ഏകദേശം 90 ഡിഗ്രി, ഓൾമോസ്റ്റ് 90 ഡിഗ്രി എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, 90 ഡിഗ്രി ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, വണ്ടി നിൽക്കുന്നുണ്ടല്ലോ. വീണ്ടും കയറി പോവാണ്. ഈ ഒരു സ്കെയിലിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വണ്ടിക്ക് ഇത്രയും ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ എൻ്റെ മോനെ അത് ഞാൻ ശരിക്കും വീഡിയോ നോക്കിക്കൊണ്ട് ചെയ്തതാണ്. നമുക്ക് അതേ ആംഗിളിൽ തന്നെ നമുക്കൊന്ന് വെച്ച് നോക്കാം. അത്രയും വന്ന സ്ഥിതിക്ക് എനിക്ക് ഉറപ്പായി വണ്ടി ഇനി ഇറങ്ങിപ്പോകാൻ സത്യം പറഞ്ഞാൽ ഒരു പാടുമില്ല. നിന്നിടത്ത് നിന്ന് തിരിയും. അടിപൊളി. കയറുമെന്ന് ഞാൻ ഒട്ടും വിചാരിക്കാതിരുന്ന വണ്ടി സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് വണ്ടി ഒരു പ്രാവശ്യം മറിഞ്ഞത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അറിയത്തില്ല. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ ട്രാക്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം ട്രെയിൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെന്താണെന്ന് നമ്മുടെ ടേബിളിൽ ഇനി എപ്പോഴും കാണും. ഇത് നമ്മൾ അപ്ഗ്രേഡും ചെയ്യും ഓരോ പാർട്സായിട്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ മോൺസ്റ്ററിനെയാണ് കേട്ടോ. ആളിവിടെ വെയിറ്റിംഗ് ആണ്. ഇവൻ എനിക്കൊന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷേ അറിയത്തില്ല. നമുക്ക് ചെയ്ത് നോക്കാം. സ്ലോ സ്പീഡിലാണ് കേട്ടോ വണ്ടി വരുന്നത്. സ്ലോ സ്പീഡിൽ നമ്മൾ ഏറ്റവും ലോ സ്പീഡ് ഇട്ടേക്കുന്നത്. ഈസി ആയിട്ട് കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ. യെസ്, സിമ്പിളായിട്ട് കയറി പോന്നു. അടിയൊന്നും തട്ടുന്നു പോലും കേട്ടോ. വണ്ടിക്ക് ഭയങ്കര ഈസിയാണ് ഇതൊക്കെ. ത്രോട്ടിലൊക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ട സ്പീഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ എത്തിയിട്ടുണ്ട്. സിമ്പിൾ. വണ്ടിയൊന്നും ഫീൽ ചെയ്യുന്ന പോലുമില്ല. അറിയാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതുവരെ സേഫാണ്. അതായിരുന്നു കേട്ടോ നമ്മുടെ ശരിക്കും ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ. അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് പോകും. ഇനി നമ്മുടെ ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ഇതിന് സിമ്പിളാണ്. ഇനിയാണ് നമ്മുടെ വണ്ടിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള സ്ഥലം. ഇതിന് കുറച്ചുകൂടെ വീതി ഉള്ളതുകൊണ്ട് വളഞ്ഞു കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ നിങ്ങളത് ജസ്റ്റ് കാണിച്ചു തരാം വണ്ടി നിൽക്കുന്നത് എങ്ങനെയാണ്. അത് കേട്ടല്ലോ, ഇറങ്ങാൻ ചാൻസ് കുറവാണ്. ഓക്കെ, വണ്ടി മറിഞ്ഞിരിക്കുന്നു. വണ്ടിയുടെ ഹൈറ്റ് ഒരു പ്രശ്നമാണ് കേട്ടോ. വേറെ കാര്യം ചെയ്ത് നോക്കാം. ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ട് കയറി നോക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മൾ കയറി പോകുന്നത്. ഓരോ സ്റ്റെപ്പ് എടുത്തിട്ട് ബാക്ക് എടുക്കുന്നു, പിന്നെ തിരിച്ച് കയറ്റുന്നു. ഓൾമോസ്റ്റ് ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ പ്രശ്നമാണ്. കാരണം ഇവിടെ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ തട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.